വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴി തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നായ്ക്കനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, വൻ പ്രതിഷേധമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധം എത്ര സമയം വരെ നീണ്ടുനിന്നു? പ്രതിഷേധിച്ച എല്ലാ പ്രവർത്തകരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? പ്രിയങ്ക, ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് DCC ഓഫീസിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിച്ചത്. ഇന്നലെ രാത്രി ഷാഫി പറമ്പിൽ എംപിയെ എംപിയെ വടകരയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാർ തടയുകയും അത് തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് രാത്രി വൈകിട്ട് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ആ മാർച്ചിൽ നിരവധി പ്രവർത്തകർക്ക് അതിക്രൂരമായി ലാത്തി ചാർജ് ഏൽക്കേണ്ടി വന്നൊരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 DCC ഓഫീസിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് കോർപ്പറേഷൻ പരിസരത്തേക്ക് ആരംഭിച്ചത്. എന്നാൽ മാർച്ചിൽ വെച്ച് പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപത്തുള്ള CPM-ന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്. നായ്ക്കനാലിൽ വെച്ച് ദേശാഭിമാനി പത്രത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡ് കീറിയതിനെ തുടർന്ന് പോലീസ് അത് തടഞ്ഞ പോലീസിനെതിരെ നടു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയുമായിരുന്നു. നടു റോഡിൽ കുത്തിയിരുന്നതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടാവുകയും വാഹനങ്ങൾ വഴി തിരിച്ചു വിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് വാഹനമെത്തി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് താമസപ്പെട്ട് വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുറെ നേതാക്കന്മാരായ OJ ജനീഷ്, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി C പ്രമോദ്, ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടന്നത്. അവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ള പ്രവർത്തകർ തിരിഞ്ഞു പോവുകയുമായിരുന്നു. ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ്, വേറെ യാതൊരു പ്രശ്നമില്ലാത്ത സ്ഥിതിയാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നേതാക്കളെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം നേതാക്കളുമായി ആലോചിച്ച് സമര പരിപാടികൾ തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അവശേഷിച്ച നേതാക്കളും വ്യക്തമാക്കി. പ്രിയങ്ക. ശരി അഗസ്റ്റിൻ. വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ വഴി തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. നായ്ക്കനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങൾ നൽകിയത് അഗസ്റ്റിനാണ്.